എങ്കിലും ഒന്ന് വാ തുറന്ന് പ്രതികരിക്കൂ നേതാക്കളെ, അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലും ഇന്ത്യൻ ജനതയ്ക്ക് ഇതേ അവസ്ഥ നേരിടേണ്ടി വരും. EVM മിഷനുകളിലെ ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിച്ച് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിരത്തി ഇംഗ്ലീഷ് ഓൺലൈൻ മാധ്യമമടക്കം രംഗത്ത് വന്നതോടുകൂടി എന്തുണ്ട് ഇനി നിങ്ങൾക്ക് തെളിവായി ലഭിക്കേണ്ടത്? അതുകൊണ്ട് വ്യക്തമായിട്ടുള്ള നിയമ നടപടികൾക്കപ്പുറത്ത് രാജ്യവ്യാപകമായിട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമെങ്കിലും സംഘടിപ്പിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരിക. അല്ലെങ്കിൽ ഞങ്ങളടങ്ങുന്നവർ ഈ EVM വേട്ടയ്ക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ച് അല്ലെങ്കിൽ അതിനെതിരെ തുറന്നടച്ചിട്ട് എന്തുണ്ട് കാര്യം? തുടങ്ങേണ്ടത് നിങ്ങളിൽ നിന്നാണ്. നിങ്ങളാണ് അത് ഏറ്റുപിടിച്ച് രംഗപ്രവേശനം ചെയ്യേണ്ടത്. നിങ്ങളിലൂടെ മാത്രമേ അത് പൊതുജനങ്ങളും കൈകാര്യം ചെയ്യുകയുള്ളൂ. കാരണം അങ്ങനെയൊരു വിശ്വാസം നിങ്ങളിൽ ഏൽപ്പിച്ചു പോയി. ആ വിശ്വാസത്തെ സംരക്ഷിച്ച് മുന്നോട്ട് വരാൻ നേതാക്കൾ തയ്യാറാവണം. അല്ലെങ്കിൽ ഈ നിശബ്ദ പ്രതികരണമല്ല നമുക്ക് ആവശ്യം. ഒരു പരാതി നൽകിയിട്ട് തടിയൂരുകയല്ല വേണ്ടത്, മറിച്ച് വ്യക്തമായിട്ടുള്ള നിരീക്ഷണ ബോധത്തോടു കൂടി എവിടെ നിന്നാണ് ഈ തട്ടിപ്പിന് കളമൊരുങ്ങിയത്, ആരൊക്കെയാണ് ഇതിന് കൂട്ടുനിന്നത്, ആരുടെ പിൻബലമാണ് ഇതിന് പിന്നിലുള്ളത്, വാക്കുകളിലൂടെയല്ലാതെ വ്യക്തമായിട്ടുള്ള കണ്ടെത്തലുകളിലൂടെ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ രാജ്യവ്യാപകമായിട്ട് രാജ്യത്ത് പ്രതിഷേധം ഉയർന്നു വരണം. രാജ്യത്ത് ശക്തമായിട്ടുള്ള ശബ്ദം ഉയർന്നു വരണം. EVM മിഷൻ അട്ടിമറികൾക്ക് കൃത്യമായ വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ മുന്നിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് അതിന് മടി കാണിക്കുന്നു? തിരഞ്ഞെടുപ്പ് ഗോതയിൽ കൃത്യമായി മനസ്സിലായ ഒരു കാര്യമല്ലേ ഇത്? മറ്റുള്ള തിരഞ്ഞെടുപ്പുകളിൽ നോക്കൂ, നിയമസഭാ തിരഞ്ഞെടുപ്പും പ്രാദേശിക തലത്തിലുള്ള തിരഞ്ഞെടുപ്പുകളിലും കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് BJPയുടെ കണ്ടം വഴിയോടുന്ന കാഴ്ചയാണ്. ആ കാഴ്ചക്കപ്പുറത്ത് ലോക്സഭയിൽ മാത്രം എന്ത് മാന്ത്രിക വിദ്യയാണ് ഇവർ പ്രയോഗിക്കുന്നുള്ളത്? ആ മാന്ത്രിക വിദ്യയാണ് വോട്ട് മിഷൻ. ആ വോട്ട് മിഷനെതിരെ ഒന്ന് വാ തുറന്ന് സംസാരിക്കാൻ കോൺഗ്രസിൻ്റെതായാലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരായാലും ഒന്ന് മുന്നോട്ട് വരാത്തത് ഏറെ പുച്ഛമെന്ന് വേണം വിശേഷിപ്പിക്കാൻ. EVMകളിൽ തട്ടിപ്പ് നടന്നിട്ടില്ല എന്ന് പറയുന്ന മറ്റൊരു വിഭാഗവും ഇക്കൂട്ടരിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദം. ദ ക്വിൻഡ് മുന്നോട്ട് വെച്ചിട്ടുള്ള റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ, ദ ക്വിൻഡിനോട് ഇലക്ഷൻ കമ്മീഷന്റെ സമീപത്തെ അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞാൽ വ്യക്തമാകുന്ന ഒരു ചിത്രത്തെ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നു? ഒരാശ്വാസം എന്ന് പറയുന്നത് കോൺഗ്രസ് ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ആവട്ടെ മൗനമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾ പ്രതീക്ഷയർപ്പിച്ച ചില നേതാക്കന്മാർ പോലും മൗനവുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ രാജ്യത്തിന് ഇനിയുള്ള തിരഞ്ഞെടുപ്പിലും ഇതേ ഗതി നേരിടേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് തുടങ്ങുക, ഈ നിമിഷം തുടങ്ങുക, ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോവുക. കൃത്യമായിട്ടുള്ള നിയമ സംവിധാനങ്ങളെ മാനിച്ചുകൊണ്ട്, നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായിട്ട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു 10% ഉറപ്പുണ്ട് ചിലപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളത്. അതിൽ നിന്നും ജനങ്ങളെ മാറ്റി നിർത്തരുത്. ജനങ്ങൾക്കൊരു വിശ്വാസമുണ്ട് നിങ്ങളിൽ. ആ വിശ്വാസത്തെ നിങ്ങൾ ഇല്ലാതാക്കരുത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.